ഹായ് ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നൊരു നോർമൽ ഡെയിലി വ്ളോഗ് പോലെ ഇപ്പോൾ ഏകദേശം 11:30 ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി വ്ളോഗ് പോലെ എടുക്കാമെന്ന് കരുതി. എനിക്കാണെങ്കിൽ നല്ല വയറുവേദന ആയിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പുറത്ത് നല്ല മഴയാണ്. പെരുമഴ എന്ന് പറഞ്ഞാൽ ഇമാതിരി പെരുമഴ. ഉച്ച കഴിഞ്ഞിട്ട് അസുവും പാറുമൊക്കെ ലുലു പോണ്ട്. അപ്പൊ എനിക്ക് പോണമെന്നുണ്ട്, പക്ഷെ വയറുവേദന ആയതുകൊണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലാണ്. എന്തായാലും നോക്കാം. ഗൈസ്, അങ്ങനെ എല്ലാം ചടപടേന്നായിരുന്നു. ഡിമ്മായ പോലെ അല്ലേ. ദേ വേഗം ചാടി ഓടി ഇറങ്ങി. കോസ്റ്റ്യൂം ഇത് ഞാൻ മംഗലാപുരത്ത് പോയപ്പെട്ട കോസ്റ്റ്യൂമാണ്. അത് അസുവിൻ്റെ ഡ്രസ്സാണ്, എൻ്റെ അല്ല. അപ്പോൾ ദേ ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ട്. ബസ് 1:35 എന്നേടേക്ക് എപ്പോഴും ബസ്സില്ല. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ബസ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ 1:35 ബസ് ഉണ്ടെന്ന് പറയാം. അവിടെ നേരെ എടപ്പള്ളിക്ക് തന്നെ ഇറങ്ങാം. അപ്പം ഞാൻ ആലോചിച്ചിരുന്ന ലുലുവിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച്. പോകണമെന്നുണ്ടായി, അതുകൊണ്ട് ഞാൻ ഇറങ്ങി. ഒന്നും നോക്കില്ല, ഇറങ്ങി. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വഴികളൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കേ. കുറച്ച് നാളായി നടന്നിട്ട്. ഫുൾ സ്കൂട്ടറിനായിരുന്നു. അപ്പം വണ്ടി പഞ്ചറായി. അപ്പോൾ എൻ്റെ സ്കൂട്ടറും കൊണ്ടാണ് അപ്പം അടക്കണത്. അപ്പം ഞാനിങ്ങനെയൊക്കെ നടന്നേ പറ്റൂ. ഒന്നാമത് അപ്പം ജോലിക്ക് പോണതല്ലേ. അപ്പം സ്കൂട്ടർ ഒരു വണ്ടി ഇല്ലെങ്കിൽ ശരിയാവില്ല. പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് തള്ളി വണ്ടി കൊണ്ടുപോകണം, ഉരുട്ടി. അപ്പോൾ ഇവിടെ വീട്ടിലിരിക്കുകയാണ് വണ്ടി. വീട്ടിലെത്താറായപ്പോഴാണ് പഞ്ചറായത്. അപ്പോൾ വീട്ടിലേക്ക് കയറ്റി വെച്ചു. ഗൈസ്, നല്ല വെയിലുണ്ട്. കുട ചൂടി പിടിക്കണമെന്നുണ്ട്, പക്ഷെ കുട ചൂടി പിടിച്ചാലും എനിക്ക് മടിയാണ്. കുടയൊക്കെ ഇങ്ങനെ പിടിച്ച് മഴ പെയ്താൽ മാത്രം നമുക്ക് തുറക്കാം. സൺസ്ക്രീൻ ഉണ്ടെങ്കിലും വെയിലത്ത് ഇറങ്ങാമെന്നല്ല, സൺസ്ക്രീൻ ഉണ്ടെങ്കിലും നമ്മൾ കുട ചൂടണം. എന്നാലും എനിക്ക് മടി. നടന്ന് ഏകദേശം ഇനിയൊരു ഏകദേശം ഒരു കിലോമീറ്റർ തികച്ചില്ല. 2 കിലോമീറ്റർ ആട്ടെ എൻ്റെ വീട്ടിലിട്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലിട്ടുണ്ട്. അപ്പോൾ ആ 2 കിലോമീറ്റർ നടക്കണം. അമ്മയൊക്കെ മിക്കപ്പോഴും നടന്നാറല്ലേ. പിന്നെ അപ്പം കൊണ്ടുവന്നാക്കും. പിന്നെ ആൻറ്റിയുടെ കൂടെ കാറിന് പോവും. പിന്നെ ഞാനാണെങ്കിൽ ഇടക്കാക്കും വിളിച്ചോണ്ട് വരും. അനിയത്തിനെ ആണെങ്കിലും ഡെയിലി കൊണ്ടുവരുകയും ചെയ്യും. അങ്ങനെയാണ് ഇതുവഴി പോവല്. ഇപ്പം ഏകദേശം അവൾമാരവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനവിടെ എത്തിയേച്ചാൽ മതി. ഞാൻ ബസ് കയറുന്ന ബസ്സിൽ അവർ ഞാൻ കയറണ ബസ്സിൽ അവർ കയറാന്നാണ് പറഞ്ഞേക്കണത്. അങ്ങനെ ഗൈസ്, നടന്നു വന്നപ്പോൾ ചെറുതായിട്ട് ലേറ്റായി. ഓടിയാലാണ് എത്തത്തുള്ളൂ. അയ്യോ, ഇവിടെ നിറച്ച് വെള്ളവും ഒരു കണക്കിന്. ഗൈസ്, നേരത്തെ എത്തിയെങ്കിലും ബസ് വന്നിട്ടില്ല. കുറെ നേരം നിൽക്കണം. അപ്പൊ ബസ് ഇതുവരെ വന്നിട്ടില്ല. എന്തിനാന്ന് ഇറങ്ങിയിരുന്നാ പോലെ പിള്ളേരെ. ഗൈസ്, ഞങ്ങൾ എവിടെ എത്തി? ലുലുവിലെത്തി. കുറെ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. എന്നെ ചെവി ഇടിച്ച് പൊട്ടിച്ച്. ഓണാക്കണതിന് മുമ്പ് മരിച്ച്. അയ്യോ, ഓ നല്ല വെയില്, കൊട്ടപ്പടി വെയില്. തിരിച്ചിരുമ്പോ എനിക്ക് ഇവിടെ വരെ കിട്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ സോപ്പൊടി അടിക്കാൻ പോണേണ്. സോപ്പൊടി അവിടെയാണ്. സോപ്പൊടി അല്ല, ഇപ്രാവശ്യം ലിക്വിഡാണ്. നമ്മൾ സാധനം മാറ്റി പിടിച്ചു. സാധാരണ സോപ്പ് പൊടിയായിരുന്നു, ഇപ്രാവശ്യം ലിക്വിഡാ. മോർലൈറ്റ് ഉള്ളാടി.
ഞങ്ങൾ ആദ്യം ഒന്ന് കറങ്ങട്ടെയില്ലെങ്കിൽ ആ സോപ്പൊടിയും പിടിച്ച് ലിക്വിഡും പിടിച്ചോണ്ട് ഞങ്ങൾ നടക്കണം. തള്ളി പൊക്കി പിടിച്ച് നടക്കണം. ബുഷി വ്ളോഗ് വ്ളോഗ്. ഞാനതിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ഈ ബ്ലോഗും വ്ളോഗും എന്താണോ? വ്ളോഗ് 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 എന്ന് പറയുമ്പോ നമ്മൾ എഴുതണത്. എത്ര എടി നായേ എന്ത് വർത്താനോട് പറയണേ? അതെത്ര? ഇത് 100. ഇത് ഞാൻ വേറെ ചോക്ലേറ്റ് മേടിക്കാൻ വേണമെങ്കിൽ ഇത് ഞാൻ തരൂല. വേറെ മേടിക്കും. അതോടേക്ക് എടി അങ്ങനെ 275. സ്നിക്കേഴ്സാ ഡയറി മിൽക്ക് എടുക്കും. ബബ്ലി വേറെ എന്നിട്ടുള്ളേ വേറെ പുതിയ ഫ്ലേവർ ഏതാ ഉള്ളത് നോക്കി. ഗണേഷ് കൊള്ളൂടി, ഞാൻ കഴിച്ചു നോക്കിയാ. ഗണേഷ് അത് ഞാനന്ന് നിന്നത് റോസ്റ്റഡ് ആൽമണ്ട് മൂസ് ഞാൻ കഴിച്ചതാ, കൊള്ളത്തില്ല. 107 രൂപ. 107. നോക്കിയതാണ് ആഗ്രഹം നോക്കാൻ. എന്റെ ഫേവറേറ്റ് എന്റെ ഫേവറേറ്റ് മൈ ഫേവറേറ്റ് ഡയറി മിൽക്ക്. ഇതെടുത്തു. ഇതാണ് എന്റെ ഫേവറേറ്റ്. ഇതെടുക്കാനുള്ള പൈസ ഇല്ല. ഹലോ, ഇത് ഞാൻ ആർക്കും കൊടുക്കും. 214 രൂപ. ഡോണ്ട് എടുക്കേണ്ട വരും. അപ്പൊ പക്ഷെ എനിക്ക് ഇഷ്ടമല്ല വലിയ കാര്യമായിട്ട് മഷ്മെല്ലോ. ക്രിസ്മസ് ആയിട്ടില്ല, സാന്റാക്ലോസ് ഉണ്ട്. പക്ഷെ മറ്റേ പുള്ളിക്കാരനല്ലേ വേണ്ടായിരുന്നേ? മാവേലി. മഴയുടെ ഓണായതുകൊണ്ട് മാവേലി ആയിരുന്നു വേണ്ടത്. കുനാഫ 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 വിത്ത് ഹേസൽനട്ട് ആയിരിക്കും. എന്നൊക്കെ ഓർമ്മകൾ വരുന്നു തിന്നതിന്റെ. പ്രിങ്കിൾസിനൊക്കെ ഒരുപാട് റേറ്റ് ആണ്. സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് പ്രിങ്കിൾസിന്റെ അടിയിൽ സോസ് ഉണ്ടെന്ന്. അത് ഇതിന്റെ അടിയിൽ ഉണ്ടാവൂല, വലിയതിന്റെ അടിയിലായിരിക്കൂലേ? ഡോറിറ്റോസ്. ഇത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്തുട്ടാന്ന് കമന്റ് ചെയ്യും. ഡോർട്ടോസ്. ഞാൻ ഡൊറിറ്റസ് എന്ന് പറയാറ്. ഇതാര് പൊട്ടിച്ച ചെയ്യണ? ഞാൻ ഇവിടെ എന്ത് പൊട്ടിച്ച? കണ്ണിന്റെ പ്രശ്നമാണോ? വേച്ചന്റെ ഫേവറേറ്റ് എടുക്കണോ? കണ്ടോ എല്ലാം ഉണ്ട് ഇവിടെ. ട്രോപ്പിക്കാനോ ആണത്. സീരിയസ്ലി കൊള്ളൂല. ഉഡായിപ്പാണ്. തണുത്ത ട്രോപ്പിക്കാനും കിട്ടിയില്ല. ഇനിയിപ്പോ നമുക്ക് പക്കാ മലയാളിയാവാൻ പോണേ. ഞങ്ങൾ എടുക്കുന്നു, ഒളിപ്പിക്കുന്നു, കറങ്ങുന്നു തണക്കുന്നു, തിരിച്ചു വരുന്നെടുക്കും, കുടിക്കുന്നു. പക്ഷേ അല്ലേ ഇത് ശരിയാണോന്നൊന്നും അറിയാൻ പാടില്ല. ചെയ്യാൻ പാടുണ്ടോ? നീ എന്താ അങ്ങോട്ട് പോണേ? നമുക്ക് ഗൂഗിൾ ഞങ്ങൾ തണുത്തത് നോക്കിട്ട് കിട്ടിയില്ല. മിക്സഡ് ആണ് ഇരിക്കണത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാണ് ഒളിപ്പിക്കാം. ഒളിപ്പിച്ച് വെച്ചില്ലെങ്കിൽ സ്റ്റാഫുകൾ വന്ന് അതാ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. അതാ പ്രശ്നം. നമുക്ക് ഒളിപ്പിക്കാം. ചെറുതിരിക്കണേ ഒളിപ്പിക്കാൻ വന്നപ്പോ ചെറുതിരിക്കട്ടെ. അതിന്റെ റേറ്റ് 10 രൂപയാണ്. 30 20 രൂപ.
അപ്പൊ അത് വേണ്ട, അതിന് 20 വേണം. അങ്ങനെ ഒളിപ്പിക്കാം. തള്ളേ വെള്ളം 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 വെള്ളത്തിന്റെ അടുത്ത്, വെള്ളത്തിന്റെ ഈസ്റ്റ് വെള്ളത്തിന്റെ അടുത്ത്. മൂടി പെട്ടെന്ന് വെള്ളം മൂടികളെ കണ്ട് പെട്ടെന്ന് ആകർഷിക്കും എല്ലാരെയും. ഒളിപ്പിച്ചു ഗൈസ്, ഞങ്ങൾ ഒളിപ്പിച്ചു. സക്സസ്ഫുൾ. ഇനി തിരിച്ചു വരുമ്പോ അവിടെ ഉണ്ടായാ മതി. അയ്യോ പാറു, സ്പോട്ട് മറന്നല്ലോ കേട്ടോ. മറിച്ചിട്ടാണ് ഗൈസ്. ചൂടായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു സമൂസ പച്ച ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കണം. മറ്റേ ബിരിയാനാണോന്നൊന്നും എനിക്ക് ഗൈസ് ഫുഡ് സെക്ഷൻ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ കണ്ടു പാത്രങ്ങൾ കണ്ടിട്ട് വരാം. വാച്ച് പൊട്ട വാച്ചാണ്. ഷോൺ നോക്ക്. എന്റെ കടന്നു 2:30. കാത് കുത്തി ഗൈസ്. പറഞ്ഞില്ല. അങ്ങനെയല്ല, ഇങ്ങോട്ട് തിരി. കാണട്ടെ കമ്മല്. കാണുന്നുണ്ടോ? വീട്ടിലേക്ക് മേടിക്കണം. 310 ഇതിനോ? തീരെ ഇതെന്റെ വീട്ടില് മേടിച്ചു. വീട്ടിലുണ്ട്. ഫ്രോക്ക് വേണം. ഫ്രോക്ക്. ഞാൻ അന്വേഷിച്ചെടുത്ത സാധനം. ഇത് ചിലപ്പോ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഓഫർ നടക്കുന്നുണ്ടോ? ഗൈസ്, ഈ സാധനം വീട്ടിലേറ്റ് അടിക്കണം. റേറ്റ് മറന്നു വേണ്ടിയിരിക്കാൻ 20 എടുത്ത് വെച്ചോളാം. 1000. എടി എവിടെയാണ് മറ്റേത് നീ മേടിച്ചത്? എന്ത് ഗ്രൈൻഡർ? അത് മേളിപ്പോയി നോക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ പരിധി നിർത്തി. ഇനി നമുക്ക് ബില്ലടിക്കാനായിട്ട് മറ്റേ ലിക്വിഡ് എടുക്കാം. എന്നിട്ട് വെള്ളം എടുക്കാം. ലിക്വിഡ് അപ്പൊ നമ്മൾ എങ്ങടെയൊക്കെ പോണ്ടേ? നേരെ പോണം. ഈ ഫോൺ പോക്കറ്റ് ടൈറ്റാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഈ പോക്കറ്റിൽ പറഞ്ഞ പൈസ വെച്ചേർന്നേ. മറ്റേ എത്ര ചേർന്നീ കണ്ടത്? 300. സൺപ്ലസിന് എത്രേ? 4 ലിറ്ററിന് 450. 199. അപ്പൊ അത് എടുക്കാം. നമ്മൾ ലിക്വിഡിന്റെ അവിടെ എത്തി. അതിട്ട് ഞങ്ങള് വെള്ളം ഒളിപ്പിച്ചെടുക്കാൻ പോണേട്ടാ. എന്തായാലും ലിക്വിഡ് ഒക്കെ എടുത്ത് ഞങ്ങൾ ബില്ലടിക്കാൻ വെച്ചേക്കാണ്. നമുക്ക് നേരെ ബില്ലിങ് കൗണ്ടറിൽ നിർത്തിയേക്കാണ്. എവിടെ വെച്ചേ? അപ്പുറത്തില് ഉള്ളെങ്കിലും ഇത്തിരിയെങ്കിലും ഈ തണുത്തിട്ട് ഉണ്ടാവണം. സ്റ്റാഫൊന്നും ഇല്ലല്ലോ. സ്റ്റാഫൊന്നും ഇല്ല. മാറി
ഇല്ലടി തണുപ്പായില്ല. തണുത്തോ? ചെറുതായിട്ട്. അങ്ങനെ മിഷൻ സക്സസ്. ചെറിയൊരു തണുപ്പിൽ നമുക്ക് സാധനം കൈ കിട്ടി. കുറച്ചുകൂടി കറങ്ങി തണുത്തേനെ. പക്ഷെ നമുക്ക് അതിനുള്ള ടൈം ഇല്ല. ബില്ലടിക്കുന്നു. പൈസ കൊടുക്കാം. ഞാന് ഇത് കൊടുക്കണ മൈൻഡിലായി പോയി. ബാഗ് ഗൈസ്, ഞങ്ങള് നീ എന്തിനാ തനിയാനാ മൈൻഡിലാണ് മാറിയാനെ. ഒരുത്തി ഇവിടെ ക്യാമറ ഓണാക്കി ആകാശം നോക്കി നടക്കില്ല, സീലിംഗ് നോക്കി. എന്നിട്ടാ ആലോചിക്കണേന്നൊരു ബോധമില്ല. ഞാനാ ലിഫ്റ്റിൽ പോകാലോ കേറാതെ പിടിച്ചേ. ഒരുത്തി ATM കാരണം തുള്ളിച്ചാടി പോകണ്ട്. ബാലൻസ് വെക്കാൻ എന്തെങ്കിലുണ്ടെങ്കിൽ ഇഷ്ടം. ഓഹോ, നമ്മൾ ഐശ്വര്യ കൊടുക്കണ്ട. നീ കാണിക്കണേ. ഇന്ന് കൊറേ വെള്ളിത്തരം കൂടെ ഉണ്ട്. എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ഇപ്പൊ എങ്ങടാ പോണേ? അച്ഛളം എടുത്ത് വെച്ചോളൂ. കൊള്ളാമേ. ഇത് പഠിക്കട്ടെ. മാറി നിക്കണം. വലിച്ചു കുറച്ച് കീറും. എന്താ സ്റ്റൈല് കേട്ടൊക്കെയാണ്. എവിടെയാണോ എന്തോ അവര് വിചാരിക്കണ്ടാവും അങ്ങനെ ഇവിടെ അടങ്ങിയതൊക്കെ ഇരിക്കട്ടെ വിചാരിക്കണ്ടാവും. എന്നതാണ് എനിക്ക് കവർ എടുക്കണം താഴെ. ഗൈസ്, ഒരു പുള്ളിയുടെ ടോക്കൺ മിസ്സായി. അല്ല ഫാമിലിയിൽ അത് വേറെയാ, ഇത് വേറെയാ. ഞങ്ങക്ക് ബസ് വരാൻ 5 മിനിറ്റ് സമയമുണ്ട്. ഓടണം. ഹായ് ഫോർച്യൂണർ ഡ്രീം കാർ. ആർക്കാണ് നേരത്തെ എത്തണോന്ന് പറഞ്ഞത്? അവക്ക് ആ പൊട്ടോ? ചാൻസ് ഇല്ല. നോക്കട്ടെ. ആ ചാൻസ് ഉണ്ട്. സോപ്പ് പൊടിയും പിടിച്ചോണ്ട് പോകുന്നു. മഴ പെയ്ത് എന്താ കഷ്ടകാലം. ബസ്സിന്റെ ടൈമുമായി മഴയും പെയ്ത്. അയ്യോ, ഒരു ഓട്ടോ കൊടയുണ്ട് ഒരു വലിയ, എന്നിട്ട് മഴ തിരിഞ്ഞിക്കണ്. ഇവിടെ കിടന്ന് ഉറങ്ങണ ശാന്തിഗിരി രണ്ട് ചേട്ടന്മാര്. നൂഡിൽസ് അസു ഉണ്ടാക്കി. അവള് സൈഡിൽ കൂടെ ഉണ്ടാക്കി. പോലും കൊണ്ടുവരാന്ന് പറഞ്ഞ ചായ.
പാറൂന് വിളിച്ചു നോക്കാം. കൊല്ലു എടുക്കുന്നില്ല. ഞങ്ങൾക്കും വിശന്നിട്ട് പണ്ടാറടങ്ങണം. വിശന്നിട്ട് എന്തിനാ കഴിച്ചിട്ട് ഇറങ്ങിയ പോലെ ഇരുന്നാ പോനൊരിക്കൽ അമ്മേനെയും കിട്ടി, അങ്ങനെ ഒരുമിച്ച് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്യുക വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലാണ് മെയിനായിട്ട് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അങ്ങനെ കണ്ടാലാണ് നമുക്ക് എന്തെങ്കിലും ഗുണം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ വീഡിയോ ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. ബൈ ബൈ.